അതെ, നമ്മൾ മരിച്ച കുട്ടിയുടെ വീട് ഒന്ന് കാണാനും അവരുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളും കാണാനാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ മനസ്സിലാക്കിയത്തോളം രാത്രി 8 മണിക്ക് ആണ് രാത്രി സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, രാത്രി ഈ വിനീഷ് എന്ന് പറയുന്ന ആൾ സ്ഥിരം ഇത്തരത്തിലുള്ള പ്രവൃത്തി ഈ പ്രദേശത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അയാളുടെ വീട് വളരെ ദൂരെയാണ്. അവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു വെച്ചത് നമ്മുടെ മക്കൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഈ തോട്ടിൽ കാര്യമായിട്ട് വെള്ളം കാര്യങ്ങളൊന്നുമില്ല, വളരെ കളിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ പോയതാണെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ആ സമയത്താണ് ആ പ്രദേശത്ത് ഇങ്ങനൊരു പന്നീനെ പിടിക്കാനായിട്ട് ഒരു നേരിട്ട് KSEBിൻ്റെ ലൈനിൽ നിന്ന് നേരിട്ട് തന്നെ കണക്ഷൻ എടുത്ത് പന്നിക്ക് കെണി വെച്ചത് മനസ്സിലാവുന്നത്. അതിലാണ് നമ്മുടെ മക്കൾ പോയി പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഭാഗ്യവശാൽ ഒരു കുട്ടി മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾക്ക് നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതൊരു ആശ്വാസപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ അന്വേഷണം, ഈ വ്യക്തി നിരന്തരം ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രാദേശികമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കൂടുതൽ അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്, കുടുംബമാണ്. ആ കാര്യങ്ങൾ വകുപ്പിന് എന്തൊക്കെ സഹായമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി, പിന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കും. അതെ, സാധാരണ നമ്മൾ ഇത്ര അപകടത്തിൽപ്പെട്ട ഏതൊരു വ്യക്തിക്കും ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സാമ്പത്തിക സഹായം അനുവദിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതിൽ ഉൾപ്പെടുത്തിയിട്ട് പറ്റാവുന്ന സഹായങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് മന്ത്രി എന്ന നിലയ്ക്കുള്ള ശ്രമം ഉണ്ടാവും തീർച്ചയായിട്ടും. അല്ല, അടുത്ത ക്യാബിനറ്റോ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ക്യാബിനറ്റിൽ ഏതെങ്കിലും എടുക്കും. ഇതിപ്പോൾ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു. അപ്പം ഇന്നലെ അടക്കം CPM-ൻ്റെ നേതാക്കൾ ഇങ്ങനെ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞാണ് രംഗത്ത് വന്നത്. ഇപ്പോൾ കോൺഗ്രസും CPM തമ്മിൽ അങ്ങോട്ട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ തോന്നുന്നു രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് ഇത് പോയിട്ടുണ്ടോ? കാരണം ഒരാൾ ചെയ്ത ഒരു കാര്യമല്ലേ? അതെ, ഇത് രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം UDF ആണ് ഒരു വിഷയത്തിന് ആധാരമാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തെ അവിടെ റോഡ് ഉപരോധിച്ച് CPM-ൻ്റെ നേതാവായിട്ടുള്ള വിജയരാഘവനെ അടക്കം റോഡ് തടഞ്ഞു വെച്ചുകൊണ്ട് ഉള്ള ഒരു സമരപ്രഖ്യാപനവും രാഷ്ട്രീയവൽക്കരണമൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് UDF-ൻ്റെ ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല. എന്നാൽ സംഭവം ഉണ്ടായ ഉടനെ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ കൂടുതൽ പരിശോധനയിലാണ് ഈ പ്രവൃത്തി ചെയ്ത ആൾ വിനീഷ് UDF-ൻ്റെ പ്രവർത്തകനാണ്, കോൺഗ്രസ്സുകാരനാണെന്ന് മനസ്സിലായതിനു ശേഷമാണ് UDF-ൻ്റെ രാഷ്ട്രീയ തനിനിറം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അവർ പ്രതിയുടെ രാഷ്ട്രീയം വെച്ച് മാത്രം ഈ സംഭവത്തെ കാണുന്നതിൽ ഒരു നീതികേടില്ലേ? അല്ല, ഇത് UDF രാഷ്ട്രീയപരമായിട്ട് ഈ കാര്യത്തെ കൈകാര്യം ചെയ്താൽ ഞങ്ങളും പാർട്ടി എന്നുള്ള രാഷ്ട്രീയമാരെ തന്നെ ഈ കാര്യങ്ങൾ കാണും. ഞങ്ങളല്ലല്ലോ ഈ രാഷ്ട്രീയപരമായിട്ട് ഈ ആരോപണം പശുലഴിച്ചത്, ഞങ്ങളല്ലല്ലോ, ഞങ്ങളുടെ പാർട്ടിയല്ലല്ലോ. അവരല്ലേ ഇത് രാഷ്ട്രീയപരമായിട്ട് കൈകാര്യം ചെയ്തത്.